ശരി പ്രിന്റു, പക്ഷേ ആ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദൗർബല്യമായി മാറിയിട്ടുമുണ്ട്. ചെന്നൈ വഴി ശ്രീലങ്കയിലേക്ക് ഭീകരർ കടന്നിട്ടുണ്ടാവാം എന്നുള്ള സംശയമാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധനയും നടത്തി. അത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഭീകരർ ഇതുവരെ പിടിയിലായിട്ടുമില്ല. പ്രിന്റു, അല്ല മഞ്ജുഷ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ കശ്മീരിൽ 2-3 വർഷം സർവീസ് ചെയ്ത ഒരാളാണ്. ജനസംഖ്യ ചിലപ്പോൾ 10-60 ലക്ഷം ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിന്റെ 3-4 ഇരട്ടി വലിപ്പം ഭൂവിസ്തൃതിയിൽ കിടക്കുകയാണ്. അവിടെ ഒരു സൈനിക യൂണിറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ വളഞ്ഞ് അത്ര പെട്ടെന്നൊന്നും ഇവരെ കണ്ടെത്താൻ, ഈ പൈൻമര കാടുകൾ, അതുപോലെ തന്നെ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവരെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള നമുക്കറിയാം പഹൽഗാം ആക്രമണം നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിനേറ്റിട്ടുള്ള വലിയൊരു മുറിവാണ്. സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദ സംഘടനയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ മിലിറ്ററിയും എൻഐയും ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം കാശ്മീരിൽ തന്നെ 2500-ഓളം പേരെ സ്വാഭാവികമായി അന്വേഷണം നടന്നു. അതിൽ 150-ഓളം പേര് എൻഐഎ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ചില ഊഹാപോഹങ്ങളാണ് അവർ നമ്മുടെ ശ്രീലങ്കയിലേക്ക് കടന്നു എന്നുള്ള ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലും കൃത്യമായിട്ടുള്ള നമ്മൾ അവരെ കൃത്യമായി സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ മതഭീകരവാദ സംഘടനകളെ, ഈ വംശഹത്യ ഉന്മൂലന സിദ്ധാന്തം ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇസ്ലാമിക മതഭീകരവാദ ശക്തികളെ അവസാനത്തെ ഭീകരവാദിയും കണ്ടെത്തി അവനെ ഈ നമ്മൾ പറഞ്ഞ സീറോ ബ്ലാങ്ക് പോയിന്റിനകത്ത് വെട്ടിവെച്ച് കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നപ്പോഴും നമ്മൾ ശാന്തിയും സമാധാനമാണ് കാക്ഷിച്ചത്. പക്ഷേ നമ്മൾക്ക് ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മൾ ഭീകരവാദികളെ പേടിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതില്ല, ഇങ്ങനെ ഭീകരവാദികളെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ല. ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളെ മുറ്റിയിട്ട് മുടിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം ഈ രാജ്യത്തുണ്ടാവുകയുള്ളൂ. കാരണം ഈ ഭീകരവാദ ശക്തികൾ അത്രമാത്രം ശക്തരാണ്. അത് നമുക്കറിയാം, അത് രാജ്യത്തിനകത്തുമുണ്ട് പുറത്തുമുണ്ട്. അന്ന് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ പല ആളുകളുടെയും പ്രസ്താവനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ഭീകരവാദികൾക്ക്, ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകുന്നത് ഈ കോൺഗ്രസിന്റെയും ഇവിടുത്തെ അർബൻ നക്സലുകളായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ നമുക്കറിയാം, കാശ്മീർ മാംഗോ ആസാദി എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ക്യാമ്പസുകളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള സ്ലീപ്പർ സെല്ലുകൾ അടക്കം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ കൃത്യമായി കണ്ടെത്തി അത് ഇനിയിപ്പോ ഇവർ ഏത് ഹൂറിയകൾക്കിടയിൽ പോയിട്ട് ഒളിച്ചാൽ പോലും അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ നിഷ്കാസനം ചെയ്യുമെന്ന് ഇവിടെ സേനാപതി വേണു പറഞ്ഞത് അത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാടല്ല, ചില നേതാക്കളുടെ നിലപാടാണെന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയും MP-യുമായ ഛനി തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് തിരുത്തി എന്നുള്ളതാണ് ന്യായം. അല്ല, തിരുത്തുന്നതല്ലോ. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളുടെയും പ്രസ്താവന നോക്കൂ. രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉണർത്തിക്കൊണ്ട് നമ്മൾ ഈ പാക് കാശ്മീരിൽ കൊണ്ടുപോയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഈ രാജ്യം വലിയൊരു കൃത്യം ചെയ്തുകൊണ്ട് നമ്മുടെ സൈനികരെ അഭിനന്ദിക്കേണ്ടതിന് പകരം അവരെ അപഹസിക്കാൻ നോക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ലഷ്കർ തൊയ്ബയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സേനാപതി വേണു സാറിനെ പോലെയുള്ള ആളുകൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായതുകൊണ്ടും അദ്ദേഹം മിലിറ്ററി അധ്യാപകരായതുകൊണ്ടും അദ്ദേഹത്തിനോട് രാജ്യസ്നേഹം ഉണ്ടാകാം. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ ഇവിടുത്തെ അർബൻ നക്സലുകളെ പോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സിദ്ധരാമയ്യയുടെ പ്രസ്താവന എന്തായിരുന്നു? കോൺഗ്രസിന്റെ MP-മാരുടെ പ്രസ്താവന എന്തായിരുന്നു? AICCക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം, നിങ്ങൾ ഭീകരവാദികളുടെ കൂടെ നിൽക്കരുത് എന്ന് പറയാനുള്ള ഒരു ലെറ്ററിനകത്ത് അടിച്ചുകൊണ്ട് അവർക്ക് സർക്കുലർ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നു. അപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? അപ്പൊ നോക്കൂ, നമ്മുടെ നാടിനകത്തുമുള്ള ഇത്തരത്തിലുള്ള ശക്തികളെ കണ്ടെത്താനും തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. ഇപ്പൊ നോക്ക്, ഹാഫിസ് സയ്യിദിനൊക്കെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പൊ ലാഹോറിനകത്ത് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? പാക് അധീന കാശ്മീരിൽ മാത്രമല്ല ലാഹോറിലും കറാച്ചിയിലും വന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ മാത്രം ശക്തമാണ് ഇന്ത്യൻ സൈന്യം. അതിനുള്ള ചങ്കൂറ്റമുണ്ട്, അതിനനുസൃതമായ നേതൃത്വമുണ്ട്. ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് അല്ല, നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കും പാകിസ്ഥാനിലെ പ്രസിഡന്റിനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും പാകിസ്ഥാനിലെ സൈനിക മേധാവിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പേടിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ നയതന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വളയുന്നു നമ്മള്. അങ്ങനെയാണല്ലോ, ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, അവിടുത്തെ സർവ്വസാധാരണക്കാരായ ആളുകളെ ഇപ്പൊ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ മോഡൽ നടത്തുന്ന ഒരു അറ്റാക്ക് ഉണ്ട്.
അതായത് ഭീകരവാദി എവിടെയാണെന്ന് പോയി കണ്ടെത്തി അവന്റെ മടയിൽ ചെന്ന് ഭീകരവാദിയെ കൊല്ലുന്ന ഒരു ശേഷിയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവുക. അല്ലാതെ നമ്മുടെ മുൻ യുദ്ധങ്ങളെ പോലെ തന്നെ ഇപ്പൊ നോക്കൂ, യുദ്ധങ്ങളുടെ ചരിത്രം ഇന്ത്യയും പാകിസ്ഥാനും നോക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന് ശക്തി പലപ്പോഴും പകർന്നു നൽകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചില പ്രസ്ഥാനങ്ങളാണ്, ചില സ്ലീപ്പർ സെല്ലുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ നോക്കൂ, ഈ അന്വേഷണത്തിനകത്ത് കൃത്യമായിട്ട് പാകിസ്ഥാനിലെ 2 പൗരന്മാർ അതിനകത്ത് പങ്കാളികളാണ്. ആ പൗരന്മാർ പങ്കാളികളാകുമ്പോഴും ISIന്റെ ബന്ധം ഇതിനകത്ത് കൃത്യമായി വരുമ്പോഴും ലഷ്കർ ഇ തൊയ്ബയുടെ ബന്ധം വരുന്ന സമയത്തും ഇവിടെ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കളിക്കാനാണ് ഇവിടെ കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നത്. അപ്പൊ നോക്കി, ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതഭീകരവാദ രാജ്യത്തിനും മതഭീകരവാദികൾക്കും ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രദേശത്തും ഒരു സ്ഥലത്തും ഏതെങ്കിലും ഈ രീതിയിലുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ വന്ന് അതിനിഷ്ഠൂരമായി കൊള്ളുന്ന വംശഹത്യക്ക് അറുതി വരുത്തുന്നതിനുള്ള അവസാനം. ശരി ശരി ശ്രീ മിഥുൻ വിജയകുമാർ, ഈ സ്ലീപ്പർ സെല്ലുകളുടെ കാര്യം പറഞ്ഞു.